ഹായ് ഓൾ വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഷോപ്പിംഗ് മോളിലൂടെ അങ്ങനെ തേരാപാരം നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിംഗ് മോളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡിൻ്റെ ഒരു ഇവന്റ് നടക്കുന്നത് കണ്ടു. നേരെ ഇവന്റ് നടക്കുന്നിടത്തേക്ക് പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. ഇനി ഈവനിങ്ങിന് ചായക്ക് സ്നാക്സ് ഒന്നും വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? അത് എബി മാഞ്ചു ജപ്പാന്റെ 3 ട്രഡീഷണൽ സ്നാക്സ് ആണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത്. മോച്ചി, മിത്തറാഷി ദാങ്കോ, ദൈഫുക്കു മോച്ചി. ഈ ഇരിക്കുന്ന ഐറ്റമാണ് മിത്തറാഷി ദാങ്കോ. ദാങ്കോ എന്ന് പറയുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചെറിയ ബോൾസ് ഇങ്ങനെ സ്ക്യൂവറിൽ വെച്ചിരിക്കുന്നതാണ്. ദാങ്കോയുടെ പല വെറൈറ്റികളുണ്ട്. അതിലൊന്നാണ് ഈ മിത്തറാഷി ദാങ്കോ. ഇവിടെ സ്പ്രിങ്ങിന്റെ ഒക്കെ സമയമാകുമ്പോൾ ഈ ദാങ്കോ വൈറ്റ്, പിങ്ക്, ഗ്രീൻ കളറിൽ നമുക്ക് യൂഷ്വലി കാണാൻ പറ്റും. ഈ ഇരിക്കുന്ന സ്നാക്കാണ് മോച്ചി. ഇത് ദാങ്കോയുടെ ഒരു അമ്മാവനൊക്കെ ആയിട്ട് വരും. ദാങ്കോ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മോച്ചി അരി പുഴുങ്ങി അതിനെ ഇടിച്ച് അതിനെ പൊടിച്ച് ഉണ്ടാക്കുന്നതാണ്. ഗ്രീൻ എന്തായിരിക്കും?ビーンズペースト、で味噌、ジャパニーズ味噌、こちら、ビーンズペーストをスイーツ。മോച്ചി പണ്ട് ദൈവങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്ന ഫുഡായിരുന്നു. നമ്മുടെ നാട്ടിലെ നിവേദ്യമൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെ മോച്ചി കഴിക്കുന്നത് ഗുഡ് ഫോർച്യൂണും ഹാപ്പി മാരേജും ഒക്കെ കൊണ്ടുവരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എടുക്കണോ മിത്തറാഷി ദാങ്കോ? ഇവിടെ എഴുതിയിട്ടുണ്ട് മിത്തറാഷി ദാങ്കോ. ജപ്പാന്റെ ഫേമസ് ആയിട്ടുള്ള കുറെ സ്നാക്സ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സ്നാക്ക് ആണ് സസാ താങ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്ക്. വാഴയില പോലത്തെ ഒരു ഇലക്കകത്ത് പൊതിഞ്ഞിട്ട്, വാഴയില അല്ല, ഇതാണ് തോന്നുന്നു അതിന്റെ ഇല. ഇങ്ങനത്തെ ഇലക്കകത്ത് പൊതിഞ്ഞിട്ട് അരിയുടെ ഒരു ഡംപ്ലിംഗ് ആണ് ഇത്. ജപ്പാനിൽ എല്ലായിടത്തും സ്പ്രിംഗ് സീസണിനോടനുബന്ധിച്ച് ഈ മോച്ചിയും താങ്കോയൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. സ്പ്രിംഗ് സീസണിന്റെ വരവിനെ ഓർമ്മപ്പെടുത്താനാണ് ഇതിങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലുള്ളത്. ജപ്പാന്റെ ട്രഡീഷണൽ ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റൊരു ഉത്തരവേ ഉള്ളൂ, അതാണ് മോച്ചി. ഈ ഇരിക്കുന്നത് മോച്ചിയുടെ ഒരു കസിൻ ആയിട്ട് വരും. സെയിം മോച്ചിയുടെ ഡോവിനകത്ത് റെഡ് ബീൻ പേസ്റ്റും അതിനകത്തൊരു ഫ്രൂട്ട്, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, യൂഷ്വലി സ്ട്രോബെറി ആയിരിക്കും ഉണ്ടാവുക. ദൈഫുക്കു മോച്ചിയുടെ ഫില്ലിങ്ങിൽ സ്ട്രോബെറി അല്ലാതെ മാച്ചയും ചോക്ലേറ്റ്സും കാണാറുണ്ട്. ഈ ഇരിക്കുന്നത് സക്കുറയുടെ ലീവ്സ് ആണ് കേട്ടോ. സക്കുറയുടെ ലീവ്സിനകത്ത് ഒരു സ്നാക്ക് വെച്ചിട്ടുള്ളതാണത്. പണ്ട് കാലത്ത് ജപ്പാനിൽ നമ്മുടെ നാട്ടിലെ ചോറൂണ് പോലെ 50 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളുടെ വായിൽ ചെറിയൊരു കഷ്ണം മോച്ചിയായിരുന്നു വെച്ചു കൊടുത്തിരുന്നത് അത്ര. ഇവിടെ സീസൺ അനുസരിച്ച് മോച്ചിയുടെ പല പല വെറൈറ്റീസ് ഇവരുണ്ടാക്കാറുണ്ട്. മുന്നേ സക്കുറ ലീഫിൽ പൊതിഞ്ഞ ഒരു സ്വീറ്റ് കണ്ടില്ലേ, അത് സക്കുറ മോച്ചിയാണ്. അത് ഫെബ്രുവരി മാർച്ച് സമയത്താണ് കാണാറുള്ളത്. ഈ 2 ദൈഫുക്കു മോച്ചിക്ക് 648 യെന്നാണ്, 350 രൂപ. ഇതുണ്ട് ഒരു പച്ച പേസ്റ്റ്. ഇതൊക്കെ ദാങ്കോയുടെ വെറൈറ്റീസ് ആണ്, പക്ഷേ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന പേസ്റ്റ് വേറെയാണ്. ഇത് സോയാബീൻ ആണ്, ഇത് റെഡ് ബീൻ പേസ്റ്റ് ആണ്. ഇത് എന്താണ്? ഇത് മെലൺ ആണെന്ന് തോന്നുന്നു. ഈ ദൈഫുക്കു മോച്ചി എന്ന് പറയുന്നത് നമുക്ക് ലക്ക് കൊണ്ടുവരുന്ന ഒരു സ്വീറ്റ് ആണെന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. ലക്ക് ഉണ്ടാവോ നോക്കാം. അപ്പൊ അപ്പൊ ഇവർക്ക് അത് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇവർക്ക് എന്ത് മോച്ചി എന്ന് പറയുന്ന ഒരു സ്വീറ്റ്, ഒരു ഫുഡ്, ഒരു സ്നാക്ക്, അതിന്റെ വേറൊരു വേർഷനായിട്ട് ദൈഫുക്കു മോച്ചി, മുളക് ബജി എന്ന് പറയണ. അപ്പം ഞങ്ങൾ ജാപ്പനീസ് സ്നാക്സ് ഒക്കെ മേടിച്ച് വീടെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ നാട്ടിലെ കൊഴുക്കട്ടയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു
വകഭേദം എന്ന് പറയാം, ചേട്ടൻ അനിയൻ മക്കൾ പോലത്തെ ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ജാപ്പനീസ് റൈസ് ഫ്ലോറിലൊക്കെയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ജാപ്പനീസ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂട്ടൻ കണ്ടൻറ്റ് കൂടിയതായിട്ടുള്ള റൈസാണ്. അപ്പോൾ കുറച്ച് സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കി എഫക്റ്റ് ഇതിന് കാണും. നമ്മുടെ കൊഴുക്കട്ട അങ്ങനെ സ്റ്റിക്കി അല്ലല്ലോ. പിന്നെ നമ്മുടെ കൊഴുക്കട്ടയ്ക്കകത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങയും ശർക്കരയൊക്കെ അല്ലേ. ഇവിടുത്തെ ഈ ദാങ്കോ അല്ലെങ്കിൽ ഈ മോച്ചി ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് റെഡ് ബീൻ ഉണ്ട്. റെഡ് ബീൻ്റെ പേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ്. നമ്മളുടെ വൻപയറില്ലേ, വൻപയറിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ബീനാണ് റെഡ് ബീൻ. അതിൻ്റെ പേസ്റ്റാണ് ഇതിനുള്ളിലുള്ളത്. അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന 3 ഈ സ്നാക്സും എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് മോച്ചി. ഇതിപ്പോൾ 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രീനും പിങ്കും ഇതിൻ്റെ ഒറിജിനൽ കളറും. ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട്. ഇത് യൂഷ്വലി ഇതിൻ്റെ മുകളിൽ റൈസ് ഫ്ലോറോ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ചോ പൊട്ടാറ്റോ സ്റ്റാർച്ചോ ഇവർ തൂകിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിലെ ഫില്ലിംഗ് എന്താണെന്ന് നോക്കാം ആദ്യം. നല്ല നമ്മുടെ ഈ മൈദമാവൊക്കെ പോലെ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഈ അരിപ്പൊടിക്ക്. ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്ന റെഡ് ബീൻ പേസ്റ്റാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ സെയിം കൊഴുക്കട്ടയുടെ ഒരു ഫീലാണ്. നമ്മൾ മൈദ കുഴച്ചിട്ട് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഡിഫക്റ്റ്, അതുപോലെയാണ് ഈ അരിപ്പൊടിയുടെ അത് കഴിക്കുമ്പോൾ ഉള്ളൊരു ഇഫക്റ്റ് വരുന്നത്. പിന്നെ ഇതിന് ഒരു മധുരം, റെഡ് ബീൻ്റെ മധുരം ഉള്ളൊരു പേസ്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഈ പിങ്ക് വൺ നോക്കാമേ. ഇതിനകത്ത് ഫെർമെൻറ്റഡ് സോയാബീൻ്റെ പേസ്റ്റാണ് ഉള്ളത്. നമ്മുടെ സോയാബീൻ പുളിപ്പിച്ചിട്ട് അത് വെച്ച് പേസ്റ്റ് ആക്കിയിരിക്കുന്നതാണ് ഇതിനകത്തുള്ളത്. ഞാൻ കഴിച്ചു നോക്കുന്നില്ല, എനിക്ക് ഓൾറെഡി ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇത് ഏകദേശം എല്ലാം സെയിം ടേസ്റ്റാണ്. നമുക്കിങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ റൈസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ബബിൾഗം ചവയ്ക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ചവയ്ക്കണം. ഗ്രീൻ വണ്ണിനകത്ത് ഇതും സെയിം നമ്മുടെ റെഡ് ബീൻ ആണ്. പക്ഷേ റെഡ് ബീൻ ഇങ്ങനെ പേസ്റ്റ് അല്ല, കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ചങ്ക്സ് ആയിട്ട് ഇത്തിരി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതും വൈറ്റും സെയിം ടേസ്റ്റ് ആയിരിക്കും. അടുത്ത ഇവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ദാങ്കോ. ഈ ദാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെയിം അരിപ്പൊടിയുടെ കുഞ്ഞു ഉരുള ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒന്നെങ്കിൽ ഫില്ലിംഗ് കാണും അല്ലെങ്കിൽ ഫില്ലിംഗ് ഇല്ലാതെ. ഇപ്പോൾ ഇത് നമ്മൾ മിത്തരാശി ദാങ്കോ ആണ് മേടിച്ചിരിക്കുന്നത്. സ്വീറ്റ് സോയാ സോസിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് ഈ അരിപ്പൊടിയുടെ കുഞ്ഞുണ്ടയിൽ ഇവർ ഒഴിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, കനലിൽ നമ്മളിങ്ങനെ അടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അങ്ങനെ ചെറുതായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. സെയിം നമ്മുടെ ഈ അരിയുടെ ആ ചൂയി ടെക്സ്ചറുണ്ട്. പിന്നെ ഇതിന് നല്ല മധുരമാണ്. ഈ സ്റ്റിക്കിൽ കുത്തിയിട്ടായിരിക്കും നമുക്ക് ദാങ്കോ കിട്ടുക. അടുത്തത് ഇതിൻ്റെ പേര് ദൈഫുക്കു മോച്ചി എന്നാണ്. ദൈഫുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ക് എന്നാണ്, ഗ്രേറ്റ് ലക്ക് എന്നാണ് മീനിങ്. അപ്പോൾ ദൈഫുക്കു മോച്ചി എന്നാണ്. ഇത് നമുക്ക് കഴിച്ചാൽ ലക്ക് ഉണ്ടാവുമോ അങ്ങനെ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇവർ അരിപ്പൊടി ഇങ്ങനെ വെതറിയിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കും മോച്ചി യൂഷ്വലി ഉള്ളത്. ഇത് നമുക്കിങ്ങനെ സ്റ്റിക്കി ആയതുകൊണ്ടാണ് ഇവർ ഈ അരിപ്പൊടി ഇങ്ങനെ വെതറിയിരിക്കുന്നത്. ഈ ദൈഫുക്കു മോച്ചിയുടെ അകത്ത് എപ്പോഴും റെഡ് ബീൻ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സും ഉണ്ടാകും. യൂഷ്വലി സ്ട്രോബെറി ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് നല്ല ഹൈ ക്വാളിറ്റി സ്ട്രോബെറി ആയിരിക്കും എപ്പോഴും ഇതിനകത്ത് വെക്കുക. സെയിം ഓൾമോസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും. കാരണം സെയിം അരിയുണ്ട ആ റെഡ് ബീൻ പേസ്റ്റ്, ജസ്റ്റ് ഫ്രൂട്ട് മാത്രമേ ഇതിൻ്റെ കൂട്ടത്തിലുള്ളൂ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇത് രണ്ടും ഇതിന് മുന്നേയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള. ഇത് പക്ഷേ സ്ട്രോബെറിയും കൂടെ വരുമ്പോഴല്ലോ, സ്ട്രോബെറിയുടെ ചെറിയൊരു പുളിയും മധുരം കൂടെ വരുമ്പം നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ആ ദൈഫുക്കു മോച്ചി കഴിച്ചപ്പോൾ അതിൻ്റെ മുകളിലുള്ള അരിപ്പൊടിയാണ് നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കുന്നത്. ഇനി ഒരുപാട് ജാപ്പനീസ് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ വരും വീഡിയോയിൽ കാണിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.